രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന ഇടത് വലത് ഒത്തുകളി രാഷ്ട്രീയത്തിന് 2026ഓടെ തിരശ്ശീല വീഴുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അഴിമതിയിലും പ്രീണനത്തിലും മുങ്ങിയ LDFനും UDFനും വ്യക്തിപരമായ ഭൂരിപക്ഷം ലഭിക്കാത്ത തൂക്കു മന്ത്രിസഭ എന്ന അനിശ്ചിതത്വത്തിലേക്ക് കേരളം നീങ്ങുമ്പോൾ സംസ്ഥാനത്തിന്റെ ഭാവി നിർണയിക്കുന്ന ഏക ശക്തിയായി BJP മാറും. 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചാൽ കേരളം ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കൊതിക്കുകയാണെന്ന് വ്യക്തമാണ്. LDFും UDFും 7 ജില്ലാ പഞ്ചായത്തുകൾ വീതം വിഭജിച്ചെടുത്തത് അവരുടെ സ്വാധീനം ഇടിഞ്ഞതിന്റെ തെളിവാണ്. 2011 കണ്ടതുപോലെ ഒരു നൂൽപാലത്തിലൂടെയുള്ള ഭൂരിപക്ഷം ഇനി സ്വപ്നം കാണാൻ ഇരു മുന്നണികൾക്കും കഴിയില്ല. കാരണം അന്നില്ലാതിരുന്ന മോദി ഗ്യാരണ്ടി ഇന്ന് ഓരോ വോട്ടറുടെയും മനസ്സിലുണ്ട്. പണ്ട് വോട്ട് വിഹിതത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന BJP ഇന്ന് കേരളത്തിലെ മിക്ക മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന കരുത്തായി വളർന്നു. തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, ആറ്റിങ്ങൽ തുടങ്ങിയ തലസ്ഥാന മണ്ഡലങ്ങൾ മുതൽ തൃശൂരും പാലക്കാടും മഞ്ചേശ്വരവും വരെ BJPക്ക് അടിയുറച്ച കോട്ടകളുണ്ട്. LDFും UDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം കുറയുമ്പോൾ 10-12 സീറ്റുകളിൽ BJP വിജയിച്ചാൽ കേരളത്തിൽ ഭരണം ആര് നിയന്ത്രിക്കണമെന്ന് NDA തീരുമാനിക്കും. പിണറായി സർക്കാരിന്റെ അഴിമതി ഭരണവും അതിന് കുടപിടിക്കുന്ന ദുർബലമായ പ്രതിപക്ഷവും കേരളത്തെ കടക്കണിയിലാക്കി. കിറ്റും വ്യാജ വാഗ്ദാനങ്ങളും നൽകി ജനങ്ങളെ പറ്റിക്കാൻ നോക്കുന്ന ഇടതു മുന്നണിക്ക് പല മണ്ഡലങ്ങളിലും കനത്ത തിരിച്ചടി ലഭിക്കുമെന്ന് ഉറപ്പാണ്. 98 സീറ്റ് എന്ന ആധിപത്യം ഇനി സ്വപ്നം മാത്രമാകും. സ്വന്തം പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കവും നേതൃത്വമില്ലായ്മയും കാരണം 71 എന്ന മാന്ത്രിക സംഖ്യ തൊടാൻ UDFന് കഴിയില്ല. കേന്ദ്ര പദ്ധതികൾ നേരിട്ട് ജനങ്ങളിൽ എത്തിച്ചും വികസനത്തിന് രാഷ്ട്രീയം കലർത്താതെയും നരേന്ദ്രമോദി സർക്കാർ കാട്ടിയ വഴിയിലൂടെ കേരളം മുന്നേറാൻ ആഗ്രഹിക്കുന്നുണ്ട്. മഞ്ചേശ്വരത്തും പാലക്കാട്ടും തൃശൂരിലും ഇത്തവണ നടക്കുന്നത് ത്രികോണ മത്സരമല്ല, മറിച്ച് BJPയുടെ വികസന രാഷ്ട്രീയവും മുന്നണികളുടെ വർഗീയ പ്രീണനവും തമ്മിലുള്ള പോരാട്ടമാണ്. ശബരിമല വിഷയത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിലും ജനങ്ങളെ വഞ്ചിച്ച ഇരു മുന്നണികളെയും ശിക്ഷിക്കാൻ വോട്ടർമാർ കാത്തിരിക്കുകയാണ്. വ്യക്തിപരമായി സ്വാധീനമുള്ള MLAമാരുടെ പ്രഭാവം പോലും ഇത്തവണ മോദി തരംഗത്തിൽ ഒലിച്ചു പോകും. തൂക്കു മന്ത്രിസഭ എന്ന സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നുണ്ടെങ്കിലും BJPയുടെ പിന്തുണയില്ലാതെ കേരളത്തിൽ ഇനി ഒരു ഭരണവും സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. വോട്ടുകൾ വിഭജിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് NDA ആയിരിക്കും. മെയ് 4 ഫലം പുറത്തു വരുമ്പോൾ കേരളം ചരിത്രപരമായ ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കും. അഴിമതിയുടെ കോട്ടകൾ തകർത്ത് വികസനത്തിന്റെ പുതിയ സൂര്യോദയം കേരളത്തിൽ സംഭവിക്കാം.